ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. കമന്റ് ബോക്സിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല മഴ ദിവസം ആശംസിക്കുന്നു. പക്ഷേ മഴയിൽ തീരാ ദുരിതം. സംസ്ഥാനത്ത് 2 നാൾ കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. മഹാരാഷ്ട്ര തീരം മുതൽ മധ്യ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു. കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതിനാൽ ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാനാണ് സാധ്യത. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിലും കണ്ണൂരിലെ ഇരിട്ടി താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയാണ് അവധി നൽകിയിരിക്കുന്നത്. പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമില്ല. രാവിലെ 8:30 വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 31 ഇടങ്ങളിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചു. ലക്കിടി, തൃക്കൈപ്പേട്ട എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴയാണ് പെയ്തത്. ലക്കിടിയിൽ 214 മില്ലിമീറ്ററും തൃക്കൈപ്പേട്ട 201 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. വളാംതോട്, പാണത്തൂർ, കാപ്പിക്കളം, ബാണാസുരസാഗർ, അയ്യങ്കുന്ന്, പയ്യാവൂർ, മൂളിയാർ, നിരവിൽപ്പുഴ, ചാച്ചാമല, പൈക, കല്യോട്ട്, പാടിയത്തടുക്ക, വിദ്യാനഗർ എന്നിവിടങ്ങളിൽ 150 മില്ലിമീറ്ററിന് മുകളിലും മഴ ലഭിച്ചു. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട മണിമലയാറ്റിലെ കല്ലൂപ്പാറ സ്റ്റേഷനിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കരമനയാറിലെ വെള്ളൈക്കടവ്, പമ്പയിലെ മടമൺ, അച്ചൻകോവിലിലെ തുമ്പമൺ, മണിമലയാറ്റിലെ പുല്ലക്കയാർ, തൊടുപുഴയിലെ മണക്കാട്, ഗായത്രിയിലെ കൊണ്ടാഴി സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 98 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. മഴയ്ക്കൊപ്പം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതികളിൽ വ്യാപക നാശം പ്രകടമാണ്. മലയോര തീര മേഖലകളിൽ കനത്ത ജാഗ്രതയിലുമാണ്. മഴ കനത്തതോടെ കാസർഗോഡ് ചെർക്കളയ്ക്കും ബേവിഞ്ചിക്കും ഇടയിൽ മണ്ണിടിച്ചിലുണ്ടായി. കോയങ്ങാനത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞതോടെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കുറ്റിക്കോലിൽ കാർ ഒഴുക്കിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ പള്ളഞ്ചി പുഴയിലാണ് ഒഴുക്കിൽപ്പെട്ടത്. വെള്ളം ഉയർന്നതോടെ പട്ടിലയിൽ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ ഇരിട്ടി താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ആലക്കോട് കാർത്തികപുരത്ത് സ്കൂളിന്റെ മതിൽക്കെട്ട് റോഡിലേക്ക് തകർന്നു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് പനമരം, വെണ്ണിയോട്, കല്ലൂർ പുഴകൾ കരകവിഞ്ഞു. സുൽത്താൻ ബത്തേരി താലൂക്കിൽ മാത്രം 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഖനന പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടിയിലാണ് മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 4 വീടുകൾ അപകടാവസ്ഥയിലായി. കടലാക്രമണത്തിൽ ശാന്തിനഗർ കോളനിയിൽ വെള്ളം കയറി. കടലാക്രമണം രൂക്ഷമായതോടെ ആശങ്കയിലാണ് തീരവാസികൾ. ജീവനോപാധിയെല്ലാം കടലെടുക്കുമ്പോൾ അധികൃതർ കനിയണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് ശാന്തിനഗർ കോളനിയിൽ നിന്ന് ക്യാമറമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തന്നെയാണ്. മഴയിലും കാറ്റിലും വ്യാപക നാശം അവിടങ്ങളിലുണ്ട്. മരകടപുഴകി നിരവധി വീടുകൾ തകർന്നു. തിരുവനന്തപുരത്ത് വള്ളം തകർന്ന് കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലെ വെള്ളം കയറുകയാണ്.
2 ദിവസമായി പെയ്യുന്ന മഴ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തുടരുകയാണ്. മിക്ക ജില്ലകളിലും വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകൾ തകർന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മീൻപിടുത്തത്തിനിടെ വള്ളം തകർന്ന് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തമിഴ്നാട് തേങ്ങാപട്ടണത്തിൽ നിന്ന് പോയ 7 മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടുമായിട്ട് ചേർന്നിട്ട് കെട്ടിയെടുത്ത് വന്നപ്പോൾ ഈ രണ്ട് നാട്ടിൽ എത്തിയപ്പോൾ അവിടെ വന്നിട്ട് ഈ വള്ളം താഴ്ന്നു പോകാൻ തുടങ്ങി. കോട്ടയം കുമരകത്ത് കാറ്റ് വീശിയതിനെ തുടർന്ന് റോഡിലൂടെ പോയ ഓട്ടോയുടെയും ബൈക്കിന്റെയും നിയന്ത്രണം നഷ്ടമായി. തിരുവാതിക്കലിൽ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. മരങ്ങൾ കടപുഴകി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുകയാണ്. വൈകുന്നേരം ഒരു 6:00-ക്ക് ശേഷം ഇവിടെ അതിശക്തമായ കാറ്റ്, ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ശക്തമായ കാറ്റായിരുന്നു. നിരവധി വീടുകളും അവരുടെ മേൽക്കൂരകളും എല്ലാം തകർന്നു പോവുകയുണ്ടായി. കുറേ മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. കുറേ മരങ്ങൾ ഒരു ഏരിയ കേന്ദ്രീകരിച്ചായിരുന്നു. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നതിന് മുൻപേ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ പ്രളയസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. കൊല്ലത്ത് മഴയെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു വീണു. പോരുവഴി സ്വദേശി സുരയുടെ വീടിന്റെ അടുക്കളയാണ് ഇടിഞ്ഞു വീണത്. ഈ സമയം കുടുംബം പുറത്തായിരുന്നതിനാലാണ് വലിയ അപകടം ഒഴിവായത്. വീട് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. തൃശൂരിലും കനത്ത മഴ തുടരുകയാണ്. പെരിങ്ങൽകുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ ജലം തുറന്നുവിടുന്നത് പരിഗണനയിലാണ്. മലക്കപ്പാറയിലും അതിരപ്പള്ളി ഉൾവനത്തിലും കനത്ത മഴയാണ്. ഇന്നലെ രൂക്ഷമായ കടൽക്ഷോഭം നേരിട്ട ചാവക്കാട് ഏങ്ങണ്ടിയൂർ മേഖലകളിൽ രാത്രിയോടെ വെള്ളമിറങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടോബി ജോൺസൺ, 24. ആലപ്പുഴയിൽ മഴയിൽ മതിലിടിഞ്ഞു വീണ് മരിച്ച 14-കാരന് വിട നൽകി ജന്മനാട്. ഇന്നലെ അയൽവീട്ടിലെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണാണ് ആറാട്ടുവഴിയിലെ അലി ഹസീന ദമ്പതികളുടെ മകൻ അൽഫയാസ് മരിച്ചത്. മതിലിന്റെ വലിയ സിമന്റ് കട്ടകളും കമ്പിയും വീണ് കുട്ടിയുടെ ശരീരം ഏതാണ്ട് പൂർണ്ണമായി മൂടിയ നിലയിലായിരുന്നു. ഇന്നലെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി വെള്ള നിറമുള്ള കുഞ്ഞു മഴക്കൂട്ടും പുത്തൻ കുടയുമായി സന്തോഷത്തോടെയായിരുന്നു അൽഫയാസ് ട്യൂഷൻ സെന്ററിലേക്ക് പോയത്. എന്നാൽ ട്യൂഷൻ കഴിഞ്ഞ് ഏകമകൻ മടങ്ങി വരുന്നതും കാത്തിരുന്ന അമ്മ ഹസീനയെ തേടിയെത്തിയത് ഹൃദയം തകർക്കുന്ന മരണവാർത്ത. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഉഗ്രശബ്ദത്തോടെയാണ് മതിൽ ഇടിഞ്ഞു വീണത്. 5 അടി പൊക്കമുള്ള മതിലിന്റെ വലിയ സിമന്റ് കട്ടകളും കമ്പിയും വീണ് കുട്ടിയുടെ ശരീരം പൂർണ്ണമായും മൂടിയ നിലയിലായിരുന്നു. ചെരുപ്പും മഴക്കോട്ടും കുടയും അപകട സ്ഥലത്ത് ചിതറിക്കിടന്നു. ഏറെ പരിശ്രമിച്ച് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോഴേക്കും വാപ്പ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നോക്കാൻ നേരത്തെ ഇവൻ്റെ കൂടെയും ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വാപ്പ നല്ല രീതിക്ക് ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും വന്നപ്പോഴത്തേക്കും ഞാൻ ഇവരൊക്കെ പൊക്കി മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനെ കൂട്ടുകാരെല്ലാവരും വിളിച്ച് ആര് വന്നപ്പോൾ ഇത് പൊക്കി മാറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ പെട്ട് കിടക്കുമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അൽഫയാസിന്റെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. കനത്ത മഴ മൂലം ആലപ്പുഴ ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. 24 ആലപ്പുഴ. സങ്കടകരമായ വാർത്തയാണ്. സൂക്ഷിക്കുക, മഴക്കാലമാണ്. ഈ പറയുന്ന ജലാശയങ്ങളിലേക്ക് കുഞ്ഞുങ്ങളൊന്നും വിടാതൊക്കെ ഇരിക്കുക എന്നുള്ളത് അഡീഷണൽ ശ്രദ്ധ എടുക്കേണ്ട സമയമാണ്, എപ്പോഴും പറയുന്നതാണെങ്കിൽ കൂടിയും. കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ കനത്ത നാശമാണ്. തിരുവല്ല തിരുമൂലപുരത്ത് വീടുകളിലേക്ക് വെള്ളം കയറി. ചക്കുളത്തുകാവ്, നീരേറ്റുപുറം മേഖലകളിൽ വെള്ളം കയറി. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തുറന്നു പ്രവർത്തിച്ച ട്യൂഷൻ സെന്ററുകൾ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ട് അടപ്പിച്ചു. വെള്ളപ്പൊക്കം ഇതിൻ്റെ അറിഞ്ഞുകൊണ്ട് വരെ കുറവായിരിക്കും. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ആൾ വരുമ്പോൾ റോഡിൽ ഇറങ്ങി അതിലെ നടന്നു വരും. ഇതിപ്പോ വീടുകളിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് അപ്പർ കുട്ടനാടുകളിലെല്ലാം വീട് ആയിക്കാണും. അപ്പർ കുട്ടനാട്ടിലെ ചക്കുളത്തുകാവ് മേഖലയിൽ പൂർണ്ണമായി വെള്ളമാണ്. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വളപ്പിനകത്തേക്ക് വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നതിനാൽ വെള്ളത്തിന്റെ വരവ് കൂടിയതാണ് അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് കൂടുതൽ വെള്ളം കയറാൻ കാരണമായത്. പത്തനംതിട്ടയുടെ മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നുണ്ട്. പത്തനംതിട്ട തിരുവല്ല ശ്രീമൂലപുരത്തും 10ഓളം വീടുകളിൽ വെള്ളം കയറി. ഈ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനിടെ പത്തനംതിട്ട മൈലപ്രയിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച് ട്യൂഷൻ സെന്റർ തുറന്നു പ്രവർത്തിച്ചുവെന്നാരോപിച്ച് KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. കളക്ടർ അവധി നൽകിയിട്ടും ആലപ്പുഴയിൽ തുറന്നു പ്രവർത്തിച്ച ട്യൂഷൻ സെന്ററുകൾ SFI പ്രവർത്തകർ അടപ്പിച്ചു. SFI ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 24 പത്തനംതിട്ട, ആലപ്പുഴ.
നമുക്കിവിടെ മഴ കൊടും ദുരിതമാണെങ്കിൽ ഉഷ്ണതരംഗത്തിന് ആശ്വാസമായി ഡൽഹിയിൽ കനത്ത മഴ 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ പെയ്യുകയാണ്. രാവിലെ മുതൽ ശക്തമായ മഴയാണ് രാജ്യതലസ്ഥാനത്ത് ലഭിക്കുന്നത്. മണിക്കൂറുകളോളം മഴ തുടർന്നതോടെ ഉഷ്ണതരംഗത്തിൽ നിന്ന് തലസ്ഥാന നിവാസികൾക്ക് ആശ്വാസമായി. നോയിഡയിലും ഗാസിയാബാദിലും അതിശക്തമായ മഴയാണ് പെയ്തത്. മേഘാവൃതമായ അന്തരീക്ഷവും ഇടിമിന്നലും അതിശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. വരുന്ന 3 ദിവസം 35 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഈ മാസം 30-ന് അതിശക്തമായ മഴ ഡൽഹിയിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിഗമനം. കുറച്ച് ദിവസം കഴിയുമ്പോൾ മൺസൂൺ എത്തും. അതോടെ ഉഷ്ണതരംഗത്തിൽ നിന്ന് പൂർണ്ണമോചനം ലഭിക്കും. മുൻകാല വർഷങ്ങളെക്കാൾ ഉയർന്ന താപനിലയാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗത്തിൽ നിരവധി ആളുകൾക്കും ജീവൻ നഷ്ടമായിരുന്നു. നിലവിൽ ലഭിക്കുന്ന മഴ ഇതിൽ നിന്നെല്ലാം ആശ്വാസം പകരുന്നതാണ്. 24 ഡൽഹി. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, അപ്പോൾ മഴ തോരാൻ സമയമായിട്ടില്ല? ഹാഷ്മി, 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്. അത് 1 മണിക്ക് പുതിയ മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അതിൽ ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 9 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെയും 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളത്തേക്ക് ശേഷം സംസ്ഥാനത്തെ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. മലയോര മേഖലയിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മാത്രമല്ല, കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നും നാളെയും കൂടി ഈ പെയ്യുന്ന പരുവത്തിൽ തന്നെ കനത്ത് പെയ്യും. നാളെയോടുകൂടി തീവ്രതയ്ക്ക് അല്പം കുറവ് വന്നെങ്കിലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നമ്മൾ അടുത്ത വാർത്തകളിലേക്ക് പോകുന്നത് TP കേസ് പ്രതികളെ ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തലയൂരാൻ സർക്കാർ നീക്കം. 3 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. 7-ാം പ്രതി ട്രൗസർ മനോജിനും ശിക്ഷാ ഇളവ് നൽകാൻ പോലീസ് ഇന്നലെ രാത്രിയിലും ചില നടപടികൾ സ്വീകരിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കമില്ലെന്ന് പറഞ്ഞ് സ്പീക്കർ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇന്ന് ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വിഷയം വീണ്ടും ഉയർത്തി. അത് പരിഗണിക്കുന്നതിന് തൊട്ടുമുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് KK രമയുടെ മൊഴി ഇന്നലെയും രേഖപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ്. 7-ാം പ്രതി ട്രൗസർ മനോജിന് കൂടി ഇളവ് നൽകാൻ നീക്കമെന്നും ആരോപണം. ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് 2022-ൽ. ആരെ രക്ഷിക്കാനാണ്? അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തുമാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തുമാറ്റി. സർ, എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒരാൾക്കും ഇളവ് നൽകില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ MP രാജേഷ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. ഇളവ് നൽകാനുള്ള നീക്കം സജീവമാണെന്ന് KK രമ. നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും രാജ്യത്ത് വികസനവും തുല്യതയും സമാധാനവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു.
അടിയന്തരാവസ്ഥയെ രൂക്ഷമായ ഭാഷയിൽ ഇരുവരും പ്രസംഗത്തിൽ വിമർശിച്ചു. പരമ്പരാഗത രീതിയിൽ പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. ചെങ്കോലിന്റെ അകമ്പടിയോടെ ലോക്സഭയിലെത്തിയ രാഷ്ട്രപതി 18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത എല്ലാ അംഗങ്ങളെയും അഭിനന്ദിച്ചു. മോദി സർക്കാരിന് 3ാം തവണയും മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് മടങ്ങാൻ സാധിച്ചത് രാജ്യത്തുണ്ടായ വികസനത്തെ മുൻനിർത്തിയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. അടിയന്തരാവസ്ഥ വിതച്ച ഭീതിയുടെ നാളുകളിൽ നിന്നാണ് രാജ്യം ഇപ്പോൾ ജനാധിപത്യത്തിന്റെ സുഗന്ധം അനുഭവിക്കുന്നതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. दुनिया देख रही है कि भारत के लोगों में लगातार तीसरी बार स्थिर और स्पष्ट बहुमत की सरकार बनाई है. लोगों ने मेरी सरकार पर लगातार तीसरी बार भरोसा जताया. രാഷ്ട്രപതിക്ക് പിന്നാലെ സഭയിൽ സംസാരിച്ച ഉപരാഷ്ട്രപതിയും അടിയന്തരാവസ്ഥയാണ് രൂക്ഷമായി വിമർശിച്ചത്. ജനാധിപത്യ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഇന്നും വിശ്വസിക്കാനാകാത്ത ചിന്തയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഇന്നാരംഭിക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുക്കും. ചർച്ചകൾ ഉപസംഹരിച്ച് പ്രധാനമന്ത്രിയാകും നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുക. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കളിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി കസ്റ്റഡിയിലുള്ള പ്രതി അമ്പിളി ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറായ ആളുടെ കൊട്ടേഷനാണ് കൊലപാതകം എന്നാണ് കുറ്റസമ്മത മൊഴി. കൊലയ്ക്കുപയോഗിച്ച സർജിക്കൽ ബ്ലേഡും മാസ്കും നൽകിയത് ഇയാളാണ് എന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് അമ്പിളി കുറ്റസമ്മതവും നടത്തി. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ആശുപത്രി ഉപകരണങ്ങൾ വിൽക്കുന്ന ഡീലറാണ് ഗുണ്ടാ നേതാവ് അമ്പിളിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് നിർണായക മൊഴി. ഇയാൾക്കായി നെയ്യാറ്റിൻകരയിലും പാറശാലയിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലയ്ക്ക് ശേഷം ഡീലർ കാറിൽ വന്ന് കൂട്ടാമെന്നാണ് ഏറ്റിരുന്നത്. എന്നാൽ ഫോൺ വിളിച്ചിട്ടെടുത്തില്ലെന്നും അമ്പിളിയുടെ മൊഴിയിലുണ്ട്. സാധാരണ മുണ്ടും ഷർട്ടുമാണ് അമ്പിളിയുടെ വേഷം. ഇയാൾക്ക് പാൻസ് നൽകിയതും കൊട്ടേഷൻ നൽകിയ ആളെന്നാണ് മൊഴി. അമ്പിളി കുറ്റം സമ്മതിച്ചെങ്കിലും കൊലപാതകത്തിന് പിന്നിലുണ്ടായ കാരണത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം തുടരുകയാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൊലപാതകം നടക്കുന്ന സമയം അമ്പിളി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ ആദ്യം നൽകിയ മൊഴി. അമ്പിളിയുടെ ഫോണും വീട്ടിലായിരുന്നു. എന്നാൽ കൊലപാതകവും പിടികൊടുത്തതും ആസൂത്രിതമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ചോദ്യം ചെയ്യലിലെ പ്രതിയുടെ മറുപടിയാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. അടുത്ത ചോദ്യം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് പ്രതി മൊഴി നൽകുന്നത്. അതിനിടെ പ്രതി അമ്പിളിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കൊലയ്ക്ക് ശേഷം കവർന്ന പണം കണ്ടെത്തിയെന്നാണ് സൂചന. 7 ലക്ഷത്തോളം രൂപ കണ്ടെത്തിയെന്നാണ് വിവരം. അമ്പിളിയുടെ മലയത്തെ വീട്ടിൽ തമിഴ്നാട് പോലീസ് ഇന്ന് പുലർച്ചെയാണ് പരിശോധന നടത്തിയത്. പ്രതിയെ കുഴിത്തുറ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 2 ദിവസത്തിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് ആലോചന. 24, തിരുവനന്തപുരം. കളിക്കാവിളിലെ ക്വാറി ഉടമ ദീപുവിനെ കൊലപ്പെടുത്തിയത് ക്ലോറോഫോം അണപ്പിച്ച ശേഷമെന്ന് പ്രതി അമ്പിളിയുടെ മൊഴി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഇതിപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആകുന്നുണ്ടോ? പ്രതി പറയുന്ന മൊഴി അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? പ്രതി എന്തൊക്കെയോ ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ പഠിച്ച വെച്ച മട്ടിൽ പഠിക്കാനോ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അത് സങ്കീർണമാകുന്നുണ്ടോ അജീഷ്? അശ്മി, എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തത വരികയാണ്. ഈ കൊലപാതകം ആസൂത്രിതമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് ഈ കൊലപാതക ദിവസം ഈ ദീപു, കോറിയുടമയായ ദീപു ഇത്രയധികം പണവുമായി JCB വാങ്ങാൻ കോയമ്പത്തൂർ പോകുന്നുവെന്ന് ഈ അമ്പിളി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതനുസരിച്ച് ഈ അമ്പിളിയുടെ സുഹൃത്തായ പാറശാലയിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡീലറായ സുനിലിനോട് ഇക്കാര്യം പറയുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. അതിനുശേഷം ഈ സംഭവം പുറത്തറിഞ്ഞ ശേഷം, അതായത് ഈ പണവുമായി കോയമ്പത്തൂരിലേക്ക് പോകുന്ന വിവരം അറിഞ്ഞതിനു ശേഷം ഈ അമ്പിളി സ്വന്തം ഫോണിൽ നിന്ന് ദീപുവിനെ പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ മറ്റ് ഫോണുകളിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തായാലും അങ്ങനെ വിളിച്ച് അറിഞ്ഞ് ഈ കൊലപാതക ദിവസം 24-ാം തീയതി അന്ന് വൈകിട്ട് ഈ താൻ പാറശാലയിൽ നിന്ന് കയറാമെന്ന് അമ്പിളി ദീപുവിനോട് പറയുന്നു. അതനുസരിച്ചിട്ടാണ് അന്ന് രാത്രി ദീപുവിൻ്റെ കാറിൽ അമ്പിളി കയറുന്നത്. കയറുന്നതിന് ശേഷം ബാഗിൽ കരുതിയിരുന്ന കട്ടർ, 2 കട്ടറാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ സർജിക്കൽ കട്ടറും മറ്റൊന്ന് ഈ ബ്ലേഡ് കട്ടറുമാണ്. കട്ടർ ബ്ലേഡുമാണ്. അത് തെർമോക്കോളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് രണ്ടും ഈ ദീപുവിൻ്റെ ഈ അമ്പിളിയുടെ കൈവശം ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ഈ ക്ലോറോഫോം ഉപയോഗിച്ച് ആദ്യം മണപ്പിക്കുകയും അതിനുശേഷം ഈ കട്ടർ ബ്ലേഡ് കൊണ്ട് കൊലപ്പെടുത്താൻ കഴുത്തറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. ഈ കട്ടർ ബ്ലേഡ് ഒടിഞ്ഞുപോയി. പിന്നീടാണ് ഈ സീറ്റിൻ്റെ പുറകിൽ പോയതിനു ശേഷം ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഈ കട്ടർ ബ്ലേഡ് ഒടിഞ്ഞ ഭാഗത്ത് പോലീസ് ഈ കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലപാതക ശേഷം ഈ കൊലപാതകം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് അമ്പിളി പോകുന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കടക്കാരനോട് തന്നെ ബൈക്കിൽ കളിക്കാവിളി ഇറക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ
കടക്കാരനെ സമ്മതിച്ചില്ല. പക്ഷേ കടക്കാരൻ്റെ ഫോൺ വാങ്ങിച്ച് മറ്റാരെയും വിളിക്കാനും ശ്രമിച്ചു. പക്ഷേ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കടക്കാരനോട് ഈ അമ്പിളി പറയുന്നുണ്ട്. അതിനുശേഷം മറ്റേതൊരു ബൈക്കിൽ കയറി അമ്പിളി കളിക്കാവുള്ള ഭാഗത്തേക്ക് പോയതിനുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തേക്ക് ഈ അമ്പിളി എത്തിച്ച് തെളിവെടുപ്പ് ഉടൻ തന്നെ നടത്തും. അതിനുശേഷമായിരിക്കും കുഴിത്തറ കോടതിയിൽ ഹാജരാക്കുക. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അതിനകത്ത് അന്വേഷണം വളരെ സജീവമായി കാര്യക്ഷമമായി നടക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തത കാര്യത്തിൽ വരുന്നുണ്ട്. ജാസ്മിൻ അബ്ബാസ് പറയുന്നത് ആഷ്മി ബ്രോ പ്രേക്ഷകർ കൊടുക്കാനുള്ള 50 കോടിയുടെ കാര്യം എന്തായി? കൊടുത്തു തുടങ്ങി. പിന്നെ കൊടുത്തു തുടങ്ങി. അത് കിട്ടാത്തവർ നൽകാനുള്ള 16 പേർ ലിസ്റ്റ് കിട്ടി. ബാക്കി 16 കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കി, അത് ഫോൺ നമ്പറൊക്കെ ഉണ്ട്. കിട്ടാത്തവർ വിളിച്ചു കഴിഞ്ഞാൽ കുടയുമൊക്കെ കൈപ്പറ്റി പോകേണ്ടതാണ്. അഭ്യർത്ഥിക്കുകയാണ്. അതാ ഇവിടെ വേറെ പ്രേക്ഷകർ ജോസഫിനെ പറയാണ്, വാർത്തകളുടെ ചാകര കാരണം ഞങ്ങളുടെ വിരൽ തേയുന്നേ ഉള്ളൂ, ആര് നോക്കാൻ? അധികം കമന്റ് ഒന്നും വായിച്ചില്ല, ഒരുപാട് വാർത്തകളുണ്ടാകും, ക്ഷമിക്കാം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കനത്ത മഴയിൽ എറണാകുളത്ത് കടലാക്രമണം രൂക്ഷം. എടവനക്കാട് മേഖലയിലെ 20ഓളം വീടുകളിൽ വെള്ളം കയറി. കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പാത സ്തംഭിപ്പിച്ച് പ്രതിഷേധിച്ചു. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി, എല്ലാ വീടും കയറി. അവിടെ ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ വെള്ളം കൂടെ കയറാൻ പോയിട്ട് അത് എല്ലാ പെരയിലും വെള്ളം നിറച്ച് കിടക്കുകയാണ്. പറയലല്ലാണ്ട് എന്തൊന്നും ചെയ്യലില്ലല്ലോ. ആ കൽഭിത്തി ഒന്ന് ശരിയാക്കി കിട്ടിയാൽ ഇത്രയും ബന്ധം വരൂലായിരുന്നു. ആകെ ഇടിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങളൊക്കെ അല്ലാണ്ടോന്ന് സർക്കാർ തീരുമാനിച്ചൊക്കെയാണ്. ഇന്നലെ വന്ന ഒരു സാർ പറഞ്ഞത് 4 ലക്ഷം രൂപ കൊടുക്കാന്നാണ് പറഞ്ഞത്. 4 ലക്ഷം അവിടെ വന്ന പണിക്കാർക്ക് ചായ കുടിക്കാൻ തികയൂല. ആ വിധത്തിലാണ് നടക്കണത്. അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. ചോര നീരാക്കി കെട്ടിയുയർത്തിയ കിടപ്പാടം കടലെടുക്കാതിരിക്കാനുള്ള സമരം. എടവനക്കാട് കടൽഭിത്തി വേണമെന്ന ആവശ്യത്തിന് 20 വർഷത്തെ പഴക്കമുണ്ട്. ഒരിക്കലും സഹായിക്കുന്നില്ല. MLA-യും MP-യും ഇവിടെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ജൂൺ 10-ാം തീയതി ഇതുപോലെ ഇവിടെ MP-യും MLA-യും മറ്റു ജനപ്രതിനിധികളും സന്ദർശിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി പോയതാണ് ഞങ്ങൾക്ക്. ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. ചെല്ലാനം മോഡലിൽ 55 കോടിയുടെ പദ്ധതിയുടെ DPR സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫണ്ടില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഞങ്ങൾ ഇന്നലെ കളക്ടറേറ്റുള്ള മീറ്റിംഗിൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായി. കാരണം കടൽ കയറിക്കൊണ്ടിരിക്കണല്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തീരെ സദസ്സിൽ 55 കോടി ടെട്രോപാഡ് മോഡൽ നിർമ്മിക്കാൻ വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടുന്ന് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ചു. ഞങ്ങളുടെ ആവശ്യം പുലിമുട്ടും ടെട്രോപാഡ് മോഡൽ ചെല്ലാനത്തും ചെയ്ത അതേ തന്നെ ഞങ്ങൾക്കും വേണം എന്നുള്ളതാണ്. കാരണം 5 ജീവനുകൾ എടുത്ത ഒരു തീരദേശമാണ്. ചെല്ലാനത്ത് എന്ത് സംഭവിച്ചുവോ അതേപോലെ തന്നെയുള്ളതാണ് എടവനക്കാട് പഞ്ചായത്ത്. ചെല്ലാനം ചെറിയ കടവ് മേഖലകളിലും കടൽ കയറിയതിനെ തുടർന്ന് തീരദേശത്തെ ഒരു വീട് നിലം പതിച്ചു. കടൽഭിത്തി ഇല്ലാത്തതാണ് ഇവിടത്തെയും പ്രതിസന്ധിക്ക് കാരണം. എടവനക്കാട് കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ അറ്റകുറ്റപ്പണി സർക്കാർ ചെലവിൽ ഉറപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ R. മീര അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസത്തെ മഴയിൽ എറണാകുളം ജില്ലയിൽ 29 കോടി രൂപയുടെ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങാനാകണം. അതുമാത്രമാണ് ഈ തീരദേശ ജനതയുടെ ആവശ്യം. സർക്കാർ കണ്ടില്ലെന്നടിക്കരുത്. കൊച്ചിയിൽ നിന്ന് റിജോക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. കനത്ത മഴയിൽ കാസർഗോഡ് മംഗൾപാടിയിൽ പേരിക്ക കടപ്പുറത്ത് കാറ്റാടി മരങ്ങൾ കടപുഴകി വീണു. 10ഓളം മരങ്ങളാണ് കടപുഴകി വീണത്. റോഡ് പൂർണ്ണമായി കടലെടുത്തു. അരുൺ പാറക്കൽ വിവരങ്ങളും ചേരുന്നു. അരുൺ, കുറച്ച് പ്രശ്നമാണല്ലേ? ഹാഷ്മി, ഇന്നലെ രാത്രി മുതൽ തന്നെ കാസർഗോഡ് പല ഭാഗങ്ങളിലും കനത്ത മഴ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മംഗൾപാടി പേരിക്ക കടപ്പുറത്താണ് ഈ കാറ്റാടി മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നത്. 10ഓളം മരങ്ങൾ ഈ പ്രദേശത്തെ കടപുഴകി വീണ് റോഡ് പൂർണ്ണമായും കടലെടുത്ത അവസ്ഥയിലാണ്. 3 ഇലക്ട്രിക് പോസ്റ്റുകളും ഈ മരം വീണതോടുകൂടി തകർന്നിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ KICB അധികൃതരുമൊക്കെ അവിടെ എത്തി ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ മരങ്ങളൊക്കെ അവിടെ നിന്ന് മുറിച്ചു നീക്കുന്നുണ്ട്. പക്ഷേ ഈ കടപ്പുറത്തെ റോഡ് പൂർണ്ണമായും കടലെടുത്ത അവസ്ഥയിലാണ്. ഗതാഗത സ്തംഭനം ഉണ്ടായിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അരുൺ പറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വലിയ കാറ്റാടി മരങ്ങളാണ് കടപുഴകി വീണ് ഗതാഗത സ്തംഭനം ഉണ്ടാവുന്നത്. കണ്ണൂരിൽ പാർട്ടി വിട്ട് DYFI മുൻ നേതാവ് മനു തോമസിനെതിരെ ഭീഷണി. നിശബ്ദനാക്കാൻ അധിക സമയം വേണ്ട എന്നാണ് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി. നേതാക്കളെ പരസ്യമായി അപമാനിക്കരുതെന്ന താക്കീതുമായി റെഡ് ആർമി സൈബർ പേജും രംഗത്ത് വന്നു. CPIM വിട്ട മനു തോമസ് ചില നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധങ്ങളെന്ന് തുറന്നു പറഞ്ഞതോടെ വിവാദം. പിന്നാലെ സൈബർ പോര്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട. കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നിങ്ങനെ പോകുന്നു ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി കമന്റ്. പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ നിൽക്കരുതെന്ന് റെഡ് ആർമി എന്ന് പേരുമാറ്റിയ PJ ആർമിയുടെ മുന്നറിയിപ്പ്. P. ജയരാജനെ പിന്തുണച്ച്
പരോളിൽ കഴിയുന്ന TP വധക്കേസ് പ്രതി ഷാഫി, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ അയങ്കി എന്നിവരും പോസ്റ്റുകൾ പങ്കുവച്ചു. വിവാദമായതോടെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു. P. ജയരാജനെതിരെ മനു തോമസ് ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് പോർവിളി. മനു തോമസിനെ അനുകൂലിച്ചും ഒരു വിഭാഗം CPIM അണികൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. മനുവിനെതിരെ രൂക്ഷ വിമർശനത്തിന് P. ജയരാജൻ മാത്രമാണ് തയ്യാറായത്. കടുത്ത ഭാഷയിൽ മനു തിരിച്ചടിച്ചെങ്കിലും മറ്റു നേതാക്കൾ മൗനം പാലിക്കുന്നുവെന്നതും ശ്രദ്ധേയം. 24 കണ്ണൂർ. TP ചന്ദ്രശേഖരൻ, ഷുഹൈബ് വധങ്ങൾ വിപ്ലവമല്ല വൈകൃതമെന്ന് പാർട്ടി വിട്ട കണ്ണൂരിലെ DYFI മുൻ നേതാവ് മനു തോമസ് P. ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ മറുപടിയുമായി എത്തിയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു ചൂണ്ടിക്കാട്ടി. സജോ ദേവസ്യേരിയാണ്. സജോ, അതാ മനു തോമസ് പറയുന്നു, ഒഞ്ചിയവും ഇടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നട്ടല് നിവൃത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം, ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നായാലും കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കും, അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ എന്ന് വിളിച്ച പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. മനു തോമസ് അങ്ങനെ പേടിക്കാത്ത കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. സജോ, ഹാഷ്മി, മനു തോമസ് രണ്ടും കൽപ്പിച്ചാണ്. പാർട്ടി വിട്ടതിന് പിന്നാലെ അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ P. ജയരാജൻ മാത്രമാണ് രൂക്ഷ ഭാഷയിൽ മറുപടിയുമായി രംഗത്ത് വന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിന് മനു തോമസ് മറുപടി എഴുതി P. ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചു. P. ജയരാജനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ പക്ഷേ മറുപടിയുമായി രംഗത്ത് വന്നത്, അല്ലെങ്കിൽ ഭീഷണിയുമായി കൊലവിളിയുമായി രംഗത്ത് വന്നത് ചില സ്വർണ്ണക്കടത്ത് കേസുകളിലൊക്കെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, കൊലക്കേസ് പ്രതികൾ, അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന ആരോപണം നേരിടുന്ന ആളുകളാണ്. അതിനാണ് മനു തോമസ് പറയുന്നത് P. ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ ഭീഷണിയുമായി വരുന്നത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയയാണ്. അങ്ങനെയുള്ള കൊലവിളിക്ക് മുന്നിൽ അവരങ്ങനെ കൊലവിളിയുമായി വരുന്നതിൽ ആശ്ചര്യപ്പെടുന്നില്ല. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം മറുപടി പറയട്ടെ. ഈ കൊലവിളി നടത്തിയ സംഘങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നടത്തിയ പ്രതിരോധത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്, കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രമല്ല, TP ചന്ദ്രശേഖരൻ വധക്കേസും യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് വധക്കേസും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അവ വിപ്ലവമല്ല വൈകൃതമായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്നില്ല, നട്ടെല്ല് നിവർത്തി നിന്ന് സമരം ചെയ്യണം, അതിനിടയിൽ ഒറ്റയ്ക്കായാലും സംഘടനയുടെ ഭാഗമായാലും. ഇതൊക്കെ വിപ്ലവമല്ല വൈകൃതമാണ്, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊരു ടോണുണ്ട്. അറിയാവുന്ന പല കാര്യങ്ങളുണ്ട്, അത് വെറുതെ കുത്തി പറയിപ്പിക്കരുത് എന്നുകൂടിയാണ് അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അർത്ഥം, അല്ലേ സജോ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ CPIM-ന്റെ ജില്ലയിലെ പല നേതാക്കളും ഇനി വിവാദം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. അതിന് വിരുദ്ധമായ ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതായത് മനു തോമസിനെതിരെ ജില്ലാ സെക്രട്ടറി അടക്കം അദ്ദേഹം പാർട്ടി വിട്ട് സ്വയം പുറത്തുപോയ ആളാണ്. പരാതി അന്വേഷിച്ചിരുന്നു, അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി എന്നൊക്കെയുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് നടത്തിയത്. അതിനപ്പുറത്തേക്ക് മനുവിനെ കടന്നാക്രമിക്കാൻ ഏതെങ്കിലും ഒരു ശ്രമം പാർട്ടി യഥാർത്ഥത്തിൽ P. ജയരാജൻ ഒഴികെയുള്ള നേതാക്കൾ ഔദ്യോഗികമായി ശ്രമിച്ചിട്ടില്ല എന്നതിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്ന നിലപാടുമാണ് അവർക്കുള്ളത്. ഇതിനിടെ മനുവിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഗുണകരമായിരിക്കില്ല എന്ന അഭിപ്രായം അവർക്കുണ്ട്. പക്ഷേ ആദ്യം P. ജയരാജൻ തുടങ്ങി വെച്ചു, പിന്നീട് PJ-യുടെ പഴയ അണികൾ, അല്ലെങ്കിൽ ഇപ്പോഴും PJ-യുടെ അണികൾ എന്നൊക്കെ അവകാശപ്പെടുന്നവർ, PJ ആർമിയുടെ ഭാഗമായിരുന്നവർ, ആകാശ് തില്ലങ്കേരി, അർജുൻ അയങ്കി, എന്തിന് പരോളിൽ കഴിയുന്ന TP വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫി വരെ ഉള്ള ആളുകൾ, അർജുൻ അയങ്കി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി, അങ്ങനെയുള്ള വിവിധ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ, ആരോപണ വിധേയരായിട്ടുള്ളവരൊക്കെയാണ് പ്രതിരോധമായി, ഭീഷണിയായി സമൂഹ മാധ്യമങ്ങളിൽ, പേജുകളിൽ, വ്യാജ അക്കൗണ്ടുകളിൽ, നേരിട്ടുള്ള അക്കൗണ്ടുകളിലൊക്കെ വന്നത്. അതിനാണ് മറുപടി. അതുകൊണ്ട് ഇവരെയൊന്നും, ഇത്തരം ആളുകളുടെ ഭീഷണിയൊന്നും ഭയപ്പെടില്ല എന്നാണ് മനു തോമസ് പറയുന്നത്. ഷാഫി കൊമേരി പറയുകയാണ്, കൊലയാളികൾ വരിക നല്ല മൂർച്ചയുള്ള വടിവാളുമാവില്ലേ, അപ്പോൾ മനു പേടിക്കണം ഹാഷ്മി എന്ന് പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതേ ടെറൈനിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ലേ മനു. അത് മനു ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നേ. അരുൺജി മുട്ടട പറയുന്നു, ഹാഷ്മി ബ്രോ, തുടർച്ചയായി പെയ്യുന്ന മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഞാനടക്കം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയാണ്. 3 ദിവസമായി പണിയില്ല. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കുടുംബം പട്ടിണിയിലാവും എന്ന് പറയുകയാണ്. അപ്പോൾ മഴ അത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ മഴ ദുരിതം മാത്രമല്ല, നമുക്ക് നേരിട്ട് കാണാത്ത കുറേയധികം ദുരിതങ്ങൾ കൂടി മഴ സമ്മാനിക്കുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം. ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ കറവപ്പശുക്കളാക്കുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച T. സിദ്ദീഖ് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമാണെന്ന് മന്ത്രി MP രാജേഷ് മറുപടി നൽകി. 2023-24 പദ്ധതി ചെലവ് 71.46% മാത്രമാണ് കണക്ക് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ഓരോ വർഷം കഴിയുമ്പോഴും 27 കോടി രൂപയുടെ കുറവുണ്ടാകുന്നു. ട്രഷറിയിൽ പണമിടപാട് നിർത്തിവച്ചതിന്റെ പിറ്റേ ദിവസം പണം അനുവദിച്ചു. പിന്നെ എങ്ങനെയാണ് പണം അനുവദിക്കാൻ കഴിയുക?
നിങ്ങൾക്ക് പാല് തന്നത് കടിക്കുകയല്ല, പാല് തന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന അതീവ ഗൗരവതരമായ സാഹചര്യമാണ് സാർ. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല എന്നത് വളരെ നിർഭാഗ്യകരവും ഖേദകരവുമാണ്. കണക്ക് വച്ചുള്ള കള്ളത്തരമാണ് സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇക്കഴിഞ്ഞ 6-ാം തീയതി വികേന്ദ്രീകൃത ആസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. നിങ്ങൾ ആളുകളെ കളിപ്പിക്കുന്ന പോലെ, ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ കണക്ക് വെച്ചുള്ള കള്ളത്തരമാണ്. നിങ്ങളുടെ 56,700 കോടി അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്ത് എടുത്തിട്ടില്ല. ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് സർക്കാരാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടുകയാണ് സർക്കാർ. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതര ആരോപണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPക്ക് വോട്ട് കിട്ടാൻ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ പ്രവർത്തിച്ചു. ഗുരുദർശനം തന്നെയാണോ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടേതെന്ന് വ്യക്തമാക്കണമെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ ചോദിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ വിഭജിച്ചു പോയെന്നായിരുന്നു CPM സംസ്ഥാന നേതൃയോഗങ്ങളിലെ വിലയിരുത്തൽ. പിന്നാലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അടക്കം CPIM വിമർശനമുന്നയിച്ചു. ഒരു പടി കൂടി കടന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ തന്നെ നിലപാട് കടുപ്പിക്കുകയാണ് CPIM. ദേശാഭിമാനിയിലെ MV ഗോവിന്ദന്റെ ലേഖനത്തിൽ അതിരൂക്ഷ വിമർശനങ്ങളാണുള്ളത്. BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ പ്രവർത്തിച്ചു. രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിൽ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടു തുടങ്ങിയ പ്രസ്താവനകൾ ഈ ദിശയിലുള്ളതാണ്. പലമത സാരവും ഏകമെന്ന കാഴ്ചപ്പാട് ഉയർത്തിയ ഗുരുദർശനം തന്നെയാണോ വെള്ളാപ്പള്ളി നടേശന്റേതെന്ന് ശ്രീനാരായണ ഗുരുദർശനം പിന്തുടരുന്നവർ ആലോചിക്കണം. മണിപ്പൂരിനെ കുരുതിക്കളമാക്കിയത് BJP ആണെന്ന് ക്രൈസ്തവ സമൂഹം മറന്നുപോകരുതെന്നും ലേഖനത്തിൽ MV ഗോവിന്ദൻ വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം. അബ്ദുൽ മജീദ് പറയുകയാണ്, മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ടാപ്പിങ്ങിനെയാണ്. വേനലിൻ്റെ കാഠിന്യം കൊണ്ട് വേനലിലും ടാപ്പിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ അരുൺ മുട്ട പറയുന്നത് പോലെ മഴ ബാധിക്കുന്ന വിവിധ മേഖലകളെക്കുറിച്ച് പറയുകയാണ് പ്രേക്ഷകർ. കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിപ്പിനായി മക്കളെയും ഉപയോഗിച്ചുവെന്ന് സൂചന. ശ്രുതിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും പോക്സോ കേസിൽ കുടുക്കി. കുട്ടികളെ അധ്യയന വർഷം സ്കൂളിലെത്തിയത് വെറും 3 നാൾ മാത്രമാണ്. 24 എക്സ്ക്ലൂസീവ്. ശ്രുതി ചന്ദ്രശേഖരൻ വിരിച്ച വലയിൽ കുടുങ്ങിയ പോലീസുകാരനെതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് യുവതി പരാതി നൽകിയത്. ജയിലിലായ പോലീസ് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പിന്നാലെ ജാമ്യത്തിലിറങ്ങി ശ്രുതി ചന്ദ്രശേഖരനെക്കുറിച്ച് അന്വേഷണം നടത്തി. തട്ടിപ്പ് വിവരങ്ങൾ പുറത്താകുമെന്ന് മനസ്സിലായതോടെ യുവതി ഈ ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ് നൽകി. 2023 നൽകിയ കേസ് ഇപ്പോൾ മംഗളൂരുവിൽ നടക്കുകയാണ്. ശ്രുതിയുടെ തട്ടിപ്പ് മനസ്സിലായി ഇത് ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ 60-കാരനെയും യുവതി പോക്സോ കേസിൽ കുടുക്കി. പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. തട്ടിപ്പ് പുറത്താകുമെന്ന് മനസ്സിലാകുമ്പോഴാണ് ശ്രുതി ചന്ദ്രശേഖരൻ മക്കളെ ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് വിവരം. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം യുവതി നിഷേധിക്കുന്നതായും പരാതിയുണ്ട്. കാസർഗോഡ് നഗരത്തിലെ സ്കൂളിൽ ഈ അധ്യയന വർഷം 2 കുട്ടികൾക്കും അഡ്മിഷൻ എടുത്തെങ്കിലും ആകെ 3 ദിവസമാണ് ഇവർ ക്ലാസ്സിലെത്തിയത്. ഇക്കാര്യം അന്വേഷിക്കുമ്പോൾ കൃത്യമായ മറുപടിയില്ലെന്ന് അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നു. കോട്ടയത്തും സമാന തട്ടിപ്പ് നടത്തിയ ശ്രുതി ചന്ദ്രശേഖരൻ നിലവിൽ ഒളിവിലാണ്. 24 കാസർഗോഡ്. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചുവന്ന 24 വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി 24 ഇമ്പാക്ട് വിവരങ്ങളുമായി അരുൺ പാർക്കൽ ചേരുകയാണ്. അരുൺ, അപ്പോൾ ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയോടൊക്കെ എന്തായാലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ടാകും. അപ്പോൾ ഒരു ഹണി ട്രാപ്പ് കേസ് വല്ലാത്തൊരു വൈപുല്യത്തിൽ വികസിക്കുന്ന കാഴ്ചയാണ്. അരുൺ, ഹാഷ്മി, ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിന് പുറകിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ത്രീപീഡന ആദ്യം ഈ പോലീസുകാരെയും അതുപോലെ തന്നെ യുവാക്കളെയും ഉൾപ്പെടെ സ്ത്രീപീഡന കേസ് നൽകും. അവർക്കെതിരെ സ്ത്രീപീഡന കേസ് നൽകി അവർ അതിൽ വീണില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ശ്രുതി പ്രയോഗിക്കുന്ന അടുത്ത മരുന്നാണ് ഈ പോക്സോ കേസ് എന്നത്. അത് സ്വന്തം കുട്ടികളെ ഉപയോഗിച്ചാണ് ഈ ശ്രുതി പോക്സോ കേസ് നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട 24 വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന് കുട്ടികളെ ഉപയോഗിച്ചു എന്ന വാർത്ത കണ്ടതിന് ശേഷമാണ് ഈ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടി. ഉടൻ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല എന്നത് ആ കാര്യം കൃത്യമായി അന്വേഷിക്കണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാഷ്മി. യെസ്, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.
24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അമ്മ രജനി മണിലാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ഒത്തുകളി. ആരോപണ വിധേയനായ ചാലക്കുടി DFO M വെങ്കടേശ്വരൻ തന്നെയാണ് പരാതി അന്വേഷിച്ചത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, ഒരു മോഷണക്കേസ്, ആ മോഷണം നടത്തിയ കള്ളനെ തന്നെ ഒന്ന് അന്വേഷിച്ച് പറയൂ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ കേസിൽ അതൊരു പുതുമയല്ല, ഈ കേസ് തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. സൂരജ്, ഈ കേസിന്റെ തുടക്കം മുതൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കാശ്മീർ ഇപ്പോഴും ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീതി എവിടെ നിന്ന് എങ്ങനെ ലഭ്യമാകും എന്ന് മാത്രം റൂബിനും റൂബിന്റെ കുടുംബത്തിനും അറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം, കുറ്റമറ്റ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ രജനി മണിലാൽ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതി അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ആരോപണ വിധേയനായിട്ടുള്ള ചാലക്കുടി DFOയാണ്. തുടർന്ന് ഈ DFO ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത് പ്രകാരം റൂബിൻ അവിടെ എത്തി ഈ റോഡിൽ വാഹനം ഇടിച്ചു കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച റൂബിൻ ഉൾവനത്തിലെത്തി എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ റോഡിൽ നിന്ന് ഈ ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപന്നി ഈ ഉൾവനത്തിലെത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള വിചിത്രവാദമാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ റൂബിനെതിരെ നേരത്തെയും ഒരു സമാനമായ ഒരു കള്ളക്കേസ് അത് ഈ അതിരപ്പള്ളി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ കേസിൽ നിർണായകമായ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ പുറത്തുവിട്ടതിനെ തുടർന്ന് അതിലൊരു പോലീസ് അന്വേഷണം വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ആ കേസിൽ പുനരന്വേഷണം നടക്കെ ഈ റിപ്പോർട്ടിൽ പോലും ആ കേസ് പരാമർശിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചയാളാണ് റൂബിൻ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു പുനരന്വേഷണം നടക്കുന്ന കേസ് വീണ്ടും ഇതിൽ പരാമർശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിമുടി ആരോപണ വിധേയനായ DFO തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേൽ സമർപ്പിക്കുന്ന ഒരു വിചിത്രമായ നടപടി അതാണ് ഇപ്പോൾ അതിരപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന കാശ്മീർ. ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ ഉടായ്പകളുടെ ഘോഷയാത്ര കാണുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ഉടായ്പ കൂടി എന്നേ പറയാനുള്ളൂ അക്കാര്യത്തിൽ. പ്രകാശൻ വേലുക്കുട്ടി പറയുന്നു മധ്യാഹ്ന വന്ദനം ഹാഷ്മി. മധ്യാഹ്ന വന്ദനം ചേട്ടാ. ജിജി പൊന്നൂസ് പറയുന്നു ഒരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഒരു പ്രേക്ഷകൻ പറയുകയാണ് ഹംസ, സാമൂഹികമായ പ്രശ്നങ്ങൾ 24 ഇടപെടൽ വളരെ പ്രശംസനീയമാണ്. നമ്മൾ 24 കണക്ട് അതിനുവേണ്ടി തന്നെ ദൗത്യമായിട്ട് എടുക്കുന്ന ഒരു സംഗതിയാണ്, ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ വാർത്ത. നമ്മൾ നേരത്തെ പറയാറുണ്ട്, വാർത്ത എന്ന് പറയുന്നത് കേവലം യാന്ത്രികമായി നമ്മളോടൊന്ന് വായിക്കുകയോ പറയുകയോ ചെയ്യുന്നത് മാത്രമല്ല, അത് ഇടപെടലും സാമൂഹിക പ്രവർത്തനം ഒക്കെയാണ്. കോഴിക്കോട് ഒളവണ്ണയിൽ യുവാവ് കാലുവഴുതി വെള്ളത്തിൽ വീണു. ഒളവണ്ണ സ്വദേശി രതീഷിനായി ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ നടത്തുകയാണ്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ രാഹുൽ? തീർച്ചയായിട്ടും ഹാഷ്മി, കോഴിക്കോട് ഒളവണ്ണയ്ക്ക് സമീപമുള്ള കുന്നത്ത് പാലത്ത് അല്പം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പുഴയ്ക്ക് സമീപമായി ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലത്തിൽ ഈ യുവാവ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അബദ്ധത്തിൽ കാൽ വഴുതി ഈ മാമ്പുഴയിലേക്ക് വീണത്. തുടർന്ന് നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. നിലവിൽ പന്തിരങ്കാവ് പോലീസും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ തെരച്ചിലിന് വെല്ലുവിളിയായി നിലവിൽ ഈ പ്രദേശത്ത് മഴ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ നീരൊഴുക്കും വെള്ളത്തിന്റെ ഒഴുക്കും ഈ പുഴയിലുണ്ട് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എന്താണെങ്കിലും യുവാവിനെ ഉടൻ തന്നെ രക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഉള്ളത്. ഓക്കെ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ, രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരായ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തതിനെതിരായി നൽകിയ ഹർജി പിൻവലിച്ചാണ് പുതിയ ഹർജി കെജ്രിവാൾ സമർപ്പിച്ചത്. CBIയുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി. അതേസമയം കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ CBI ഉടൻ ആരംഭിക്കും. ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തതിന് പിന്നാലെ CBI അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചത്. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ തനിക്ക് നിഷേധിക്കുന്നുവെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നടക്കാത്ത അഴിമതി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ തന്നെ അറസ്റ്റ് ചെയ്തത് വഴി കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നു. തെളിവുകളില്ലാത്ത കേസിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ നിർദ്ദേശങ്ങളാണെന്നും കേജ്രിവാൾ ഹർജിയിൽ പറയുന്നു. ഡൽഹി റൌസ് അവന്യൂ കോടതി 3 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകി കേജ്രിവാളിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ED അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ കഴിയുകയായിരുന്ന കേജ്രിവാളിനെ ഇന്നലെയാണ് CBI അറസ്റ്റ് ചെയ്തത്. പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. CBI സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയാനാകില്ലെന്നും എന്നാൽ CBI അമിതാവേശം കാണിക്കരുതെന്നും കസ്റ്റഡി ഉത്തരവിൽ റൌസ് അവന്യൂ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 24 ഡൽഹി. കർണാടക കോൺഗ്രസിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ പുതിയ നീക്കം. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന് സിദ്ധരാമയ്യ പക്ഷത്തുള്ള മന്ത്രിമാർ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. മന്ത്രിമാരുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് ശിവകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക കോൺഗ്രസിലെ ഭിന്നത വീണ്ടും മറനീക്കി പുറത്തുവരികയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം DK ശിവകുമാറിനാണെന്ന മന്ത്രി സതീഷ് ജാർക്കിഹോളിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് സിദ്ധരാമയ്യ പക്ഷത്തിന്റെ പുതിയ നീക്കം.
ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നാണ് മന്ത്രിമാർ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത്. സർക്കാരിലും പാർട്ടിയിലും DK പിടിമുറുക്കുന്നത് തടയുന്നതിനൊപ്പം DK വിഭാഗം ഉയർത്തുന്ന ഭരണ നേതൃമാറ്റ ചർച്ചകളുടെ മുനയൊടിക്കുക കൂടിയാണ് ലക്ഷ്യം. ഇതിനായി തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി സിദ്ധരാമയ്യ പക്ഷം ആയുധമാക്കുകയാണ്. അതിനിടെ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന് ചന്നാഗിരി MLA ബസവരാജ് ശിവഗംഗ പ്രതികരിച്ചു. സർക്കാരിലെ നേതൃമാറ്റ ചർച്ചകൾ സജീവമാക്കാനാണ് DK വിഭാഗത്തിന്റെ നീക്കം. അരുൺ പൂപ്പറമ്പ, 24 ബംഗളൂരു. മൂന്നാംകടവ് കാസർഗോഡ് മൂന്നാംകടവ് കുവാര ഉരുൾപൊട്ടിയെന്ന വാർത്ത വരുന്നുണ്ട്. വ്യാപക കൃഷിനാശം, ഭാഗ്യം ആളപായമില്ല. ആലപ്പുഴയിൽ KSRTC ബസ്സിലെ ചില്ലറ തർക്കത്തിൽ കണ്ടക്ടർക്ക് മർദ്ദനം. കണ്ടക്ടർ സജികുമാറിനെയാണ് യാത്രക്കാരൻ മുഖത്തടിക്കുകയും കയ്യിൽ കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തത്. ആലപ്പുഴ ചുങ്കം സ്വദേശി മുബീനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കോട്ടയം KSRTC ഫാസ്റ്റ് പാസഞ്ചറിലാണ് സംഭവം. ടിക്കറ്റ് എടുക്കാതിരുന്ന യാത്രക്കാരനോട് കണ്ടക്ടർ സജികുമാർ ആദ്യം ചോദിച്ചപ്പോൾ ഇനിയും ആളുകൾ ബസ്സിൽ കയറാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് എവിടെ ഇറങ്ങണമെന്ന് പറയാതെ 20 രൂപ ടിക്കറ്റാണ് വേണ്ടതെന്ന് കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു. ഇതിനായി 500 രൂപ കണ്ടക്ടർക്ക് നൽകി. ചില്ലറയില്ല, ഇറങ്ങാൻ നേരം പണം തിരികെ നൽകാമെന്ന് കണ്ടക്ടർ പറഞ്ഞതോടെ കണ്ടക്ടറിൽ നിന്ന് 500 രൂപ ഇയാൾ തിരികെ വാങ്ങി. പിന്നീട് ടിക്കറ്റും 480 രൂപയും കൂടി കയ്യിലേക്ക് നൽകിയാൽ 500 രൂപ നൽകാമെന്നായി. ഇതോടെ കളർകോട് വെച്ച് യാത്രക്കാരനെ ബസ്സിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടക്ടറെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് യാത്രക്കാർ ചേർന്ന് പ്രതി മുബീനെ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ആലപ്പുഴ സൗത്ത് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. 24 ആലപ്പുഴ. തിരുവനന്തപുരം പൂവാർ സ്വദേശിയായ BSF ജവാന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. രാജസ്ഥാനിലായിരുന്ന സാമുവൽ ഹൃദയാഘാതത്തെ തുടർന്ന് 3 നാൾ മുൻപ് മരിച്ചെന്നാണ് ബന്ധുക്കൾക്ക് വിവരം കിട്ടിയത്. എന്നാൽ മൃതദേഹത്തിന് കൂടുതൽ ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സാമുവലിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. രാജസ്ഥാനിൽ വെച്ച് ഉച്ചഭക്ഷണം കഴിഞ്ഞുറങ്ങുന്നതിനിടെ 3 ദിവസം മുൻപ് ഹൃദയാഘാതമുണ്ടായി സാമുവൽ മരിച്ചുവെന്നാണ് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ തിങ്കളാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹത്തിന് കൂടുതൽ ദിവസങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജവാന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സാമുവലിന്റെ കുടുംബം പൊഴിയൂർ പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പൊഴിയൂർ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു. 24 തിരുവനന്തപുരം. കാസർഗോഡ് മൂന്നാംകടവ് കൂവാരയിൽ ഉരുൾപൊട്ടൽ, ആളുകൾ സുരക്ഷിതരാണ്. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശമുണ്ടായി. അരുൺ പാറക്കൽ ചേരുകയാണ് വിവരങ്ങൾ. അരുൺ, ആൾനാശമുണ്ടായില്ല എന്നത് മഹാഭാഗ്യം. ഇത് മേഖല എങ്ങനെയാണ്? ജനവാസമുള്ള മേഖലയാണോ? കാശ്മീർ ജനവാസ മേഖലയാണ്. കാസർഗോഡ് പെരിയ മൂന്നാംകടവ് കൂവാരയിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം. വ്യാപകമായി കൃഷിനാശമുണ്ടായി. ഈ ഭാഗത്ത് വാഴ, അതുപോലെ തന്നെ കവുങ്ങ് എന്നിവയാണ് പ്രധാനമായും വയലുകളിൽ കൃഷി ചെയ്യുന്നത്. ഈ വയലുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായ നിലയിലാണ്. പ്രദേശത്ത് ചില കുളങ്ങളും അതുപോലെ തന്നെ കിണറുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും മൂടിയിട്ടുണ്ട്. എന്തായാലും ആളുകൾ സുരക്ഷിതമാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വ്യാപകമായ കൃഷിനാശം പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അരുൺ പാറക്കലാണ് ഉരുൾപൊട്ടലിന്റെ വിവരങ്ങൾ നൽകി. നേരത്തെ നമ്മളൊരു വാർത്ത പറഞ്ഞിരുന്നു. യുവാവ് കാലുവഴുതി വെള്ളത്തിൽ വീണു. കോഴിക്കോട് ഒളവണ്ണ കുന്നത്തുപാലത്ത് സംഭവം എന്ന് പറഞ്ഞിരുന്നു. വരുന്ന സങ്കടകരമായ വാർത്ത ബണ്ടിനടുത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. മരിച്ചത് ഒളവണ്ണ നല്ലൂളി വീട്ടിൽ രതീഷാണ്. സങ്കടകരമാണ്. യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ലൈനപ്പായി ഫ്രാൻസ് ബെൽജിയം മത്സരമാണ് കൂട്ടത്തിലെ ഗ്ലാമർ പോരാട്ടം. ജർമ്മനി ഡെൻമാർക്കെതിരെയും പോർച്ചുഗൽ സ്ലൊവേനിയയും നേരിടും. ഇംഗ്ലണ്ടിന് എതിരാളികൾ സ്ലോവാക്കിയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലൻഡിനെ നേരിടും. ക്രൊയേഷ്യ, പോളണ്ട് എന്നിവരാണ് പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായ പ്രമുഖർ. ശനിയാഴ്ച മുതലാണ് പ്രീ ക്വാർട്ടർ റൗണ്ടിന് തുടക്കമാവുക. അപ്പോൾ പയ്യോളി എക്സ്പ്രസിന് PT ഉഷയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉച്ചവാർത്താ യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.